4 പേർക്ക് പുതുജീവൻ നൽകി എടവനക്കാട് സ്വദേശിനി ജസ്ലിയ യാത്രയായി. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജ് വിദ്യാർത്ഥിനിയായ ജസ്ലിയ കഴിഞ്ഞ മാസം 28-നാണ് അപകടത്തിൽപ്പെട്ടത്. റോഡിലൂടെ നടന്നുവരുന്നതിനിടെ അമിതവേഗത്തിൽ പാഞ്ഞ കാർ ഇടിക്കുകയായിരുന്നു. നിർത്താതെ പോയ കാർ പിന്നീട് അങ്കമാലി പോലീസിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി. ഗുരുതരമായി പരിക്കേറ്റ ജസ്ലിയയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് ആലുവ രാജഗിരി ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. ചികിത്സയിലായിരിക്കുന്നതിന് ഇടയിലാണ് ചൊവ്വാഴ്ച രാവിലെ ജസ്ലിയ മരണത്തിന് കീഴടങ്ങിയത്. അവയവദാനത്തിലൂടെ 4 പേർക്ക് പുതുജീവൻ നൽകിയാണ് 19-കാരി ജസ്ലിയ യാത്രയായത്. കോളേജിൽ പൊതുദർശനത്തിന് എത്തിച്ച മൃതദേഹത്തിൽ സഹപാഠികളും അധ്യാപകരും സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും അടക്കം അന്ത്യോപചാരമർപ്പിച്ചു. തുടർന്ന് മൃതദേഹം സ്വദേശത്തേക്ക് കൊണ്ടുപോയി. ഇവിടെ ദേശീയപാതയിൽ പല പ്രദേശങ്ങളിലും അപകടം നിരന്തര സംഭവമാണ്. നമ്മളിത് പല ആവർത്തി ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ ഫുട്പാത്തുകൾ കൃത്യമായി നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് പല പ്രദേശങ്ങളിലും ആളുകൾ ഫുട്പാത്തിലൂടെ നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് സ്ലാബുകളില്ലാത്തതുകൊണ്ട് ഫുട്പാത്തിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ റോഡിൻ്റെ അപ്പുറം ഇപ്പുറയും ഉള്ളതാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് പ്രോപ്പറായിട്ട് നടന്നു പോകാൻ പോലുമുള്ള സൗകര്യങ്ങളില്ല. അവിടെ വളവിൽ പോലും അവിടെ വേഗത നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ വളരെ അശാസ്ത്രീയമായിട്ടാണ് ഈ ദേശീയപാതയുടെ ഇവിടുത്തെ നിർമ്മാണവും ഇവിടുത്തെ പരിപാലനവുമെല്ലാം. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ നഗരസഭയായാലും MLA എന്ന നിലയിലുമൊക്കെ നിരവധി തവണ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് ഹൈവേയിൽ ഇവിടെ മാത്രമല്ല, നമ്മൾ ഈ തൃശ്ശൂർ അല്ലെ എടപ്പള്ളി ഹൈവേയിൽ നമ്മൾ പല പ്രദേശങ്ങളിൽ പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതികളും അപകട വളവുകളും അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ടുകളും ഒക്കെ നിരവധിയായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പരിഹരിക്കുവാനായിട്ടുള്ള ഒരു ഇടപെടലും അവരുടെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നതാണ്. ഇവിടെ നിരവധി ജീവനുകൾ ഇവിടെ പൊളിഞ്ഞു വീണിട്ടുണ്ട്. ഈ തൃശ്ശൂർ മുതൽ എടപ്പള്ളി വരെയുള്ള ഈ ദേശീയപാതയിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ എത്ര ആളുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എത്ര ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കെടുക്കാനെങ്കിലും ഇവർ തയ്യാറാവണം. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ ആവശ്യമാണ്. അത് അവർ ചെയ്യുക തന്നെ വേണം.